ആ അമ്മേ, നീ ഇവിടെ പോണേടാ? ഞാൻ നിന്റെ പുറത്തോട്ടൊന്ന് പോവാ. എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അമ്മയ്ക്ക് വല്ലതും മേടിക്കാനുണ്ടോ? എനിക്ക് വല്ലതും മേടിക്കണോ? ഞാൻ അവക്കടെ അനുവാദം വേണ്ടേ? എന്റെ അമ്മച്ചി, അമ്മ നേരം വെളുത്തു പറഞ്ഞ ഈ ഉമ്മറത്തിരുന്ന് ഈ മെനക്കേട് വർത്താനം പറയുള്ളൂ. ആ, മെനക്കേട് വർത്താനം നിനക്ക് ഇപ്പല്ലേ ആയത്? നേരത്തെ എന്ത് സ്നേഹമായിരുന്നു. അവള് വന്നേ പിന്നെ ഇപ്പൊ എല്ലാം ഞാൻ പറയണൊക്കെ മെനക്കേടാവും നിനക്ക്. എന്റെ അമ്മ, എനിക്ക് വേറെ കാര്യമുണ്ട്. അമ്മച്ചിയുടെ പഴംപുരാണം കേട്ടോണ്ടിരിക്കാനൊന്നും എനിക്ക് സമയമില്ല. നീ പോയിട്ട് വേറെ കാര്യമുള്ള. ആ, പോയിട്ട് വരുമ്പോഴേ എനിക്കൊരു പെർഫ്യൂം വാങ്ങിച്ചോണ്ട് വരണേ. പെർഫ്യൂമിന്റെ പേര് ഞാൻ വാട്സപ്പ് ചെയ്തേക്കാം. പണിയൊന്നുമില്ല, വീട്ടിൽ കുത്തിരിക്കാണ്. എന്നാലും പെർഫ്യൂം വേണം. എന്തിനാണോ എന്തോ. ഞാൻ അമ്മച്ചിയോട് വല്ലതും പറഞ്ഞോ? ഞാൻ നിന്നോടും പറഞ്ഞില്ല. നിർത്തിക്ക്. ഈ വണ്ടിയുടെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്നൊക്കെ ഉള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി പോയി കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും എന്തോന്ന് വെച്ചാൽ കാണിക്കുക. ഈ രണ്ട് വണ്ടിയുടെ കൊണ്ട് കൂട്ടി അങ്ങ് ഇടിപ്പിക്കുക. ഈ രണ്ട് വണ്ടിയുടെ ഇടയിൽ കൊണ്ട് തല വെക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഏതായാലും നീ പുറത്തോട്ട് പോയല്ലേ, അതിന് എനിക്ക് 2 ജിലേബി മേടിച്ചിട്ടുണ്ട് വരും. ജിലേബി ജിലേബി കേട്ടിട്ടില്ലേ? എടാ, ജിലേബി തിന്നാൻ പറ്റിയ പ്രായം? ജിലേബി തിന്നാൻ പ്രത്യേകിച്ച് പ്രായമൊന്നുമില്ല. എന്നിട്ട് മാറുങ്ങാട്. എന്റെ ദൈവമേ, ഷുഗർ ഫാക്ടറിയാ പോകുന്നത്. ഷുഗർ ഫാക്ടറി. ഇവർക്കിനി ജിലേബിയും കൂടെ വാങ്ങിച്ചു കൊടുത്താൽ മതി. ഇനി അത് വാങ്ങിച്ചു കൊടുത്ത് ഷുഗർ മൂത്ത് അവര് തട്ടിപ്പോയാ അതും കൂടി ഈ മരുമോടെ തലയിലോട്ട് അങ്ങ് വെച്ച്. നിർത്ത്. ഞാൻ ഇറങ്ങാം. എനിക്ക് ആ ജോർജ് കുട്ടി ഡോക്ടറെ ഒന്ന് കാണണം. സത്യം പറയല്ലോ പവിത്രേട്ടാ, അവരെയൊക്കെ കാണുമ്പോ എനിക്ക് അസൂയ വരുവാ. എന്നാ എന്തൊരു ജീവിതമായിട്ടാ ആ ഡോക്ടറുടെ ആര്യ ചേച്ചിയുടെയും. വഴക്കില്ല, വയ്യാവേലിയില്ല, സന്തോഷവും സമാധാനവും മാത്രം. എടി, അവരുടെ വീട്ടിൽ ഈ സന്തോഷവും സമാധാനവും ഉണ്ടാവാനുള്ള കാര്യം എന്നാന്നറിയാം. ഈ ആലീസിന് ഡോക്ടർ എന്ന് പറഞ്ഞ ഭയങ്കര ജീവനാ. നീ അതുപോലൊക്കെ ഒന്ന് സ്നേഹിച്ചു നോക്ക്. അന്നേരം നമ്മുടെ കുടുംബത്തും ഈ സ്നേഹവും സന്തോഷവും ഒക്കെ തന്നെ ഉണ്ടാവും. അതിന് അവിടെ സന്തോഷവും സ്നേഹവും അതുകൊണ്ട് മാത്രമല്ല. ഇപ്പൊ അകത്തോട്ട് കയറിപ്പോയില്ലേ ഒരു സാധനം, അതുപോലൊരു സാധനം ആ വീട്ടിലില്ല. അതുകൊണ്ട് അവിടെ സന്തോഷവും സമാധാനവും ഉണ്ട്. മതി, നിർത്ത. രാവിലെ എഴുന്നേറ്റ് വന്നേക്കോ വഴക്കുണ്ടാക്കാൻ ഓരോ കാരണങ്ങളും ആട്ടല്ലേ. കേറി പോയി തുടങ്ങാൻ. അയ്യതാ, അമ്മച്ചിയെ പറഞ്ഞപ്പോ മോൻ അങ്ങോട്ട് പിടിച്ചില്ലെങ്കിലേ എനിക്ക് പിടിച്ച് പുല്ലുമില്ല. അലിസേ, ഗുഡ് മോർണിംഗ്. ജനവന്റെ നമ്മൾ ഒരാളോട് ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ തിരിച്ചൊരു ഗുഡ് മോർണിംഗ് പറയുക എന്നുള്ളത് ഒരു മര്യാദയാണ്. മോർണിംഗ് ഗുഡ് ആണെങ്കിലല്ലേ പറയാൻ പറ്റത്തുള്ളൂ, അല്ലാതെ എങ്ങനെ പറയും? ആഹാ, രാവിലെ ഭയങ്കര കലിപ്പിലാണല്ലോ. ഡോക്ടറല്ലേ ഇവിടെ? എനിക്കറിയത്തില്ല. അറിയത്തില്ലെന്നു? പുറത്തോട്ട് വല്ലതും പോയോ? ഞാനിവിടെ ഉണ്ട് പവിത്ര. ആ ഡോക്ടറോട് ഉണ്ടല്ലോ, പിന്നെ എന്നാ പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. പവിത്ര എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? ചേട്ടാ, ഇതിപ്പോ വലിയ കുഴപ്പമുള്ള കേസാന്ന് തോന്നുന്നല്ലോ. അലീസ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് പറ. ഈ നാട്ടുകാരുടെ എല്ലാ പ്രശ്നവും പവിത്ര മാറ്റി കൊടുക്കുവോ? അല്ല തരേ, എനിക്കൊരു പ്രശ്നം ഉണ്ടായി അതിൽ വേറെ ആരും ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. അത് ആരായാലും. ഡോക്ടറെ, എന്നാ പറ്റി രാവിലെ ഒരു മുട്ടം വഴക്ക് കിടന്നതിന്റെ ഒരു ലക്ഷണം കാണുന്നുണ്ടല്ലോ മുഖത്ത്. സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. മടുത്തു. ഇതിൽ കൂടുതൽ എനിക്ക് സഹിക്കാൻ വയ്യ. ചേടാ, നാട്ടുകാരുടെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന ഡോക്ടർ തന്നെ ഇങ്ങനെ പറഞ്ഞാൽ എന്നാ കാര്യം? എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരമുണ്ട്. ആദ്യം നിങ്ങൾ കാര്യം എന്നാന്ന് വെച്ചാൽ പറ. അവള് പറഞ്ഞില്ലേ? ഞാൻ ചോദിച്ചു. ആലീസ് ഒന്നും മിണ്ടാതെ കയറി പോവുകയും ചെയ്ത് കണ്ടില്ലേ? എന്നാ എനിക്കും പറയാൻ വയ്യ. ചേടാ, എനിക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു ഉപദേശം ചേടാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ടാ വരുന്നത്. ഇപ്പം നിങ്ങളും കൂടി ഇങ്ങനെ തുടങ്ങിയല്ലോ. അവിടെ ഇവിടെയും തൊടാതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ ഇട്ടേച്ചിട്ട് പാട്ടിന് ഞാൻ പോവുള്ളൂ. ഞാൻ വിളിച്ചിട്ടാണോ പവിത്രം ഇങ്ങോട്ട് വന്നത്? പവിത്രം വരികയെ പോവുക എന്താന്ന് ചേച്ചി? ചേടാ, ഇതിപ്പോ പട മേടിച്ച് പന്തളത്തി എന്ന് പാടെ പന്തം കൊളുത്തിപ്പട എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയില്ല. പവിത്ര ഏതായാലും ഇവിടെ വരെ വന്ന് ഇനി പ്രശ്നം എന്നാണെന്ന് അറിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഇതെന്നാ പെട്ടിയൊക്കെ ആയിട്ട് എവിടെയും പോകണോ? ഞാൻ എന്റെ വീട്ടിൽ പോവാ. ഞാൻ ഇന്നലെ വൈകിട്ട് ഇവിടെ വന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ഇന്നലെ വൈകിട്ട് ആ തീരുമാനം എടുത്തിട്ടില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ ഈ തീരുമാനം എടുത്തു. എന്താ പെട്ടെന്ന്? ആർക്കെങ്കിലും വല്ല അസുഖം വല്ലതും ഉണ്ടോ? അത് തന്നെ. ആർക്കും? അപ്പച്ചനോ അതോ അമ്മച്ചിക്കോ? അയ്യോ, ദൈവം സഹായിച്ച് എന്റെ അപ്പച്ചനും അമ്മച്ചിക്കൊന്നും ഒരു കുഴപ്പമില്ല. അസുഖേ നിങ്ങളുടെ കൂട്ടുകാരനുണ്ടല്ലോ, ആ ഡോക്ടർ ജോർജ് കുട്ടി, അങ്ങേർക്ക. അയ്യോ, സാറിനെന്നാ പറ്റിയേ? എന്റെ പവിത്ര, ഞാനേ ഇവിടെ വലിഞ്ഞു കയറി വന്നോളൊന്നുമല്ല. നല്ല അന്തസ്സായിട്ട് എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നതാണ്. എന്നോട് നിങ്ങൾ ഈ പറഞ്ഞ ഡോക്ടർക്കില്ലേ ഒരു ഇച്ചിരി മര്യാദയോടും ബഹുമാനത്തോടും പെരുമാറാലോ. ഞാൻ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ചെന്നോട് എങ്ങനെയാണെന്നറിയോ പെരുമാറുന്നത്? എന്റെ പൊന്നു കർത്താവേ, ഈ മനുഷ്യനോട് എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ലല്ലോ. ഒരു പെണ്ണ് വന്ന് ഇളിച്ചു കാണിച്ച് 2 വർത്താനം പറയുമ്പോ ആ വായിൽ അങ്ങോട്ട് തേനൊലിക്കും. നീ എന്നാ വർത്താനാടി പറയുന്നേ? ഞാൻ വർത്താനം പറയുന്നതാണല്ലേ കുഴപ്പം? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. സത്യവാനൻ സാറ് പോയിട്ട് അവരെ സഹായിക്കാനാണ് പ്ലാനെങ്കിൽ അതങ്ങ് മനസ്സിൽ വെച്ചാ മതി. അത് പറഞ്ഞപ്പോ ആ കണ്ണിലുണ്ടായ ഒരു തിളക്കം. നാളെ ഇല്ലല്ലോ, വയസ്സ് കുറെ ആയല്ലേ. എന്താ 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 ജോലി ഇതെപ്പോ സംഭവിച്ചത്? ഇന്ന് രാവിലെ അതോ ഇന്നലെ വൈകിട്ടോ? അതൊക്കെ കുറച്ച് നാൾക്ക് മുന്നേ സംഭവിച്ചതാ.
അത് ശരി, കുറച്ച് നാൾക്ക് മുമ്പേ സംഭവിച്ച കാര്യത്തിലാണോ ഇന്ന് ഈ പെട്ടിയും ചുമന്നുകൊണ്ട് വീട്ടിലോട്ട് പോണേ? ആ സംഭവത്തിന്റെ പേരിലൊന്നും അല്ല പോകുന്നത്. പിന്നെ അതിനെ തുടർന്ന് ബാക്കി ഉണ്ടായ കാര്യത്തിനെ പറ്റി ഇപ്പൊ പോണത്. എന്ത് ബാക്കി? ഇന്ന് രാവിലെ എന്താ സംഭവിച്ചെന്ന് പവിത്രൻ അറിയോ? ഇല്ല. പവിത്ര, ആ സാറേ, നിങ്ങൾ വന്നേ. ഒരു മിനിറ്റേ. അവളെന്താ പറഞ്ഞേ? സാറേ, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ എന്നാ വിഷയം എന്നാ? ഞാൻ ആദ്യം ആലീസിനോട് എന്നാ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ആലീസ് നിങ്ങൾ തമ്മിലുള്ള പണ്ടത്തെ കഥയൊക്കെ എന്നോട് പറയുന്നത്. പിന്നെ പ്രശ്നം പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് സാറിനെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. ഞാൻ പറഞ്ഞാൽ മതിയോ? അന്ന് സാറ് പറഞ്ഞാൽ മതി. പവിത്രൻ കല്യാണം കഴിച്ച ഭാര്യയോടത്തല്ലേ ജീവിക്കുന്നത്? അതെ. ഭാര്യയ്ക്ക് പവിത്രന് സംശയമുണ്ടോ? ഇതുവരെ സംശയമുള്ളതായിട്ടൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം പവിത്രൻ സന്തോഷമായിട്ട് ജീവിക്കുന്നു എന്നാ? അങ്ങനെ ഒരു അർത്ഥം അതിനില്ല. ഇപ്പം സംശയമില്ലെന്നും പറഞ്ഞ് മനസമാധാനത്തോടു കൂടി ജീവിക്കുന്ന ഒരു വ്യക്തിയൊന്നും അല്ല ഞാൻ. ഏത് നേരം നോക്കിയാലും അമ്മയും സുമിത്രയും തന്നെ ഭയങ്കര യുദ്ധമാണ്. ഇന്ന് രാവിലെ തന്നെ ഒരു ചെറിയൊരു യുദ്ധം ഉണ്ടായിരുന്നു. അതൊക്കെ പറഞ്ഞു തീർക്കാവുന്നല്ലേ ഉള്ളൂ. ഇതങ്ങനെയല്ല. ഇവക്കുണ്ടല്ലോ മുട്ടിഞ്ഞ സംശയമാണ്. ഇനിയിപ്പോൾ സമാധാനമായിട്ട് ജീവിക്കണമെങ്കിലേ പെണ്ണുങ്ങളില്ലാത്ത ഏതെങ്കിലും രാജ്യത്ത് പോയി ജീവിക്കേണ്ടി വരും. അല്ല, ശരിക്കും എന്നാ പ്രശ്നം എന്നാ? ഞാൻ പറയാം. പവിത്രം കേൾക്ക്. നീ എന്നാടി പറഞ്ഞത്? ശ്രീധരൻ വാങ്ങിയെന്നാ? ഞാനിപ്പോ വാങ്ങി. ഇടി മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് വേണ്ടാതേനും പറഞ്ഞോണ്ടല്ലോ. ഈ കാലത്ത് നാണവും മാനവും ആരെങ്കിലും ശ്രീധരൻ ചോദിക്കൂ? ഓ, അപ്പൊ ചോദിക്കുന്നതാണ് പ്രശ്നം. കിട്ടിയ 2 കൈ നീട്ടി വാങ്ങിക്കാം അല്ലേ? ആര് വാങ്ങിയെന്ന്? ഇച്ചായൻ. എപ്പോ? ദേ ഇച്ചായ, കല്യാണത്തിന്റെ സമയത്ത് അപ്പച്ചൻ 101 പവന്റെ സ്വർണ്ണമാ തന്നത്. ആർക്ക്? എനിക്ക്. എടി നിന്റെ അപ്പച്ചൻ നിനക്ക് 101 പവൻ തന്നേന് ഞാനിപ്പോ എന്നെ ചെയ്യാനാ? അയ്യടാ, ഇതൊക്കെ മുടന്ത ന്യായമാണ് കേട്ടാ. എന്നെ കല്യാണം കഴിച്ചപ്പം ഞാൻ ഇച്ചായന്റെ സ്വന്തം ആയില്ലേ? അതുകൊണ്ട് അപ്പൊ എനിക്ക് കിട്ടിയ സ്വർണ്ണം ഇച്ചായന്റെ സ്വന്തം അല്ലേ? ഒന്ന് പൊടി. ഇച്ചായൻ ചോദിച്ചില്ല എന്നുള്ളത് നേരാ, പക്ഷെ കിട്ടിയല്ലോ. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ സ്ഥിരം പരിപാടി അയച്ചായ. ഞങ്ങൾക്ക് സ്വർണ്ണം ഒന്നും വേണ്ട, നിങ്ങൾക്ക് നിങ്ങളുടെ കൊച്ചിന് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ കൊടുത്തോന്ന് പറയും. എന്നിട്ട് കല്യാണം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം ഇതൊക്കെ കൊണ്ടുപോയി അങ്ങ് പണയം വെക്കുകയും ചെയ്യും. എടി നിന്റെ ഒരു തരി സ്വർണ്ണമെങ്കിലും ഞാൻ പണയം വെച്ചിട്ടുണ്ടോ? ഇച്ചായൻ പണയം വെച്ചെന്ന് ഞാൻ പറഞ്ഞ. പിന്നെ ആരുടെ കാര്യമാണ് നീ പൗത്രന്റെ മുന്നിൽ വെച്ച് എഴുന്നള്ളിച്ചേ? ഇനി സ്വർണത്തിന്റെ കേസ് വിട്. വിട്ട്. പൈസ എത്ര രൂപ കിട്ടി ഇച്ചായന്? എനിക്കോ? എന്ത് കിട്ടി? ഇച്ചായ, കല്യാണത്തിന്റെ സമയത്തെ അപ്പച്ചൻ 25 ലക്ഷം രൂപയാ എന്റെ പേരിൽ എഫ് ഡി ഇട്ടിരിക്കുന്നത്. എടി 25 ലക്ഷം രൂപ നിന്റെ പേരിൽ എഫ് ഡി ഇട്ട് നിന്റെ അപ്പച്ചൻ ആരെയൊക്കെ പറ്റിച്ചുണ്ടാക്കിയ പൂർണ്ണ കാശ് നിനക്ക് തന്നേന് ഞാനിപ്പോ എന്താ? അതാണ് ഞാൻ പറഞ്ഞത്. എന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പൈസ ഇച്ചായന് സ്വന്തം അല്ലേന്ന്. എന്നാണ് പ്രാന്ത് പറയണത്? എന്ത്? അപ്പൊ ഞാൻ ബാങ്കിൽ പോയി ചെക്ക് എഴുതി കൊടുത്താ നിന്റെ കാശ് എനിക്ക് കിട്ടുമോ? ഓ, എഴുതി കൊടുത്താ കിട്ടുമായിരുന്നെങ്കിൽ കൊള്ളാം അല്ലേ? എന്നാന്ന്? അങ്ങനെയായിരുന്നെങ്കിൽ എഴുതിയെടുത്തേനെ അല്ലേ? ആഹാ, ഇനി അതും പോട്ടെ. എന്റെ പേരിൽ അപ്പച്ചൻ തന്ന 80 സെന്റ് ഭൂമിയോ സ്ത്രീധനൊന്നും വേണ്ടായിരുന്നെങ്കിലേ അതും വാങ്ങിക്കരുതായിരുന്നു. എനിക്ക് നിന്റെ ഒരു പുല്ലും വേണ്ട. ഇതൊക്കെ വെറുതെ പുളു അടിക്കുന്നതല്ലേ ഇച്ചായ? എല്ലാം വേണം താനും, എന്നാ ഒന്നിന്റെ ഉത്തരവാദിത്തം എടുക്കാനും വയ്യ. അല്ല, ഇന്നിപ്പോ ഇതുണ്ടാകാനുള്ള പ്രകോപനം? ഇത് ഇന്നത്തെ പ്രശ്നമൊന്നും അല്ലേ, സ്ഥിരമായിട്ടുള്ളതാന്നേ. എന്റെ ഡോക്ടർ, നിങ്ങൾ ചുമ്മാ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ശരിക്കും പറഞ്ഞാൽ എന്നാ പ്രശ്നം എന്നാന്ന് പറയാം. 2 പേരോട് വഴക്കുണ്ടാക്കിയിട്ട് ഒരാൾ അപ്പുറത്തിരിക്കുന്നു, ഒരാൾ ഇപ്പുറത്തിരിക്കുന്നു, ഒരാളാണ് പെട്ടി എടുത്തുകൊണ്ട് വീട്ടിൽ പോകാൻ വേണ്ടി നിൽക്കുന്നത്. നിങ്ങൾ തമ്മിലുള്ളൊരു പ്രശ്നം എന്നാണെന്ന് വെച്ചാൽ അത് പരിഹരിച്ചൊരു തീരുമാനം ഉണ്ടാക്കാമല്ലോ എന്ന് ഓർത്താൽ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ ചുമ്മാ അതും ഇതും പറയണം. ഞാൻ ഇട്ടേച്ചെന്റെ പാട്ടിന് ഞാൻ പവിത്ര അതേ വിളിക്കുന്നു. ചെല്ല്. എന്ത് പറഞ്ഞ നിങ്ങളുടെ ഡോക്ടർ? ആലീസ് എന്നോട് എന്ത് പറഞ്ഞോ അതുപോലെ തന്നെയാണ് ഡോക്ടറും എന്നോട് പറഞ്ഞത്. എനിക്കൊന്നും മനസ്സിലായില്ല. ഇത് എന്തെങ്കിലും മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ എന്നോട് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞെങ്കിലേ എനിക്ക് മനസ്സിലാവുള്ളൂ. ഓ, ഇത്രയൊക്കെ പറഞ്ഞിട്ടും പവിത്രനെ മനസ്സിലായില്ലെങ്കിൽ പവിത്രൻ വെറും പൊട്ടനാണ്, പൊട്ടൻ. ഞങ്ങൾ തമ്മിൽ വഴക്കാണെന്നുള്ള കാര്യം മനസ്സിലായോ? അത് മനസ്സിലായി. മനസ്സിലായോ? ഞാൻ വഴക്കിട്ടിട്ട് എന്റെ വീട്ടിലോട്ട് തിരിച്ചു പോകാന്നുള്ള കാര്യം മനസ്സിലായോ? അതും മനസ്സിലായി. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കിട്ടിട്ട് ഭാര്യ വേണമെങ്കിൽ ഭാര്യയുടെ വീട്ടിൽ പോണെങ്കിൽ ആ വഴക്ക് എത്രമാത്രം സീരിയസ് ആണെന്നുള്ള കാര്യം മനസ്സിലായോ? അതും മനസ്സിലായി. അതും മനസ്സിലായി. ഭർത്താവിന്റെ കൂടെ ജീവിക്കാൻ ഭാര്യയ്ക്ക് അതിയായ താല്പര്യമുണ്ട്, പക്ഷെ ഭർത്താവിന്റെ കൂടെ ജീവിക്കാൻ പറ്റത്തില്ല. അപ്പൊ ആ ഭർത്താവിനെ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണെന്നുള്ള കാര്യം മനസ്സിലായോ? അതെനിക്ക് മനസ്സിലായില്ല. അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാര്യം വിശദമായി എന്നോട് പറഞ്ഞു തരണം. ഓ, എന്റെ പൊന്നോ, എന്റെ പവിത്രനോട് എനിക്കത് പറയണമെന്നുണ്ട്, പക്ഷെ എനിക്ക് ആ മുഖത്ത് നോക്കി അങ്ങനെ പറയാൻ പറ്റുന്നില്ല. എനിക്കൊരു കാര്യം, ഞാൻ ഇങ്ങനെ തിരിച്ചു നിൽക്കാം. അന്നേരം എന്റെ പുറത്ത് നോക്കി പറ. എന്റെ പവിത്ര, ഇത്രയും വൃത്തികെട്ടവനായ ഒരുത്തന്റെ കൂടെയാണല്ലോ ഞാൻ ഇത്രയും കാലം ജീവിച്ചെന്ന് ഓർക്കുമ്പോഴേ എനിക്ക് എന്നോട് തന്നെ ലജ്ജ തോന്നുന്നു. ലജ്ജ. എന്ത് വൃത്തിയാണ് ഞാൻ കാണിച്ചേ? നിന്റെ കൂടെ ഇത്രയും നാളെ ജീവിച്ചെനിക്ക് എന്നെ സമ്മതിക്കണം. നിന്റെ സ്വഭാവം നാട്ടുകാരത്ത് പറഞ്ഞോണ്ടല്ലോ അവര് പറഞ്ഞ എന്റെ കർണക്കുട്ടിക്ക് തരണോന്ന്. അയ്യടാ, അടിക്കാൻ എല്ലാരും കൂടെ ഇങ്ങോട്ട് വാ. എന്റെ കയ്യിൽ നിന്ന് അങ്ങ് മാങ്ങ പറിക്കാൻ പോവോ? ഇതാ പറയണ നീ അഹങ്കാരിയാണ്. അഹങ്കാരി തന്നെ, ഞാൻ അഹങ്കാരി തന്നെ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഇത്രയും വൃത്തികേട് മൊത്തം കാണിച്ചിട്ട് എന്നോട് വഴക്കടിക്കാൻ വരുന്ന
കാണിച്ചു തരാം ഞാൻ. അല്ല ഞാനൊരു കാര്യം ചോദിച്ചു, ശരിക്കും പറഞ്ഞ ഇവിടെ എന്താ പ്രശ്നം? അത് എന്നോടൊന്ന് നിങ്ങളൊന്ന് പറ ഒന്ന്. ദേ ബാഗ് കൊടുത്ത് ഇറങ്ങിട്ട് കുറെ നേരമല്ലോ, എന്ത് പോകുന്നില്ലേ? റസൂൽ, ഈ കാശിലെ പറയടി, ഞാൻ തരാം. നീ എന്റെ മനസമാധാനത്തിന് വേണ്ടി ഞാൻ എത്ര രൂപ വേണമെങ്കിൽ ചെലവാക്കാൻ തയ്യാറാണ്. അയ്യോ, ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ മനസമാധാനം കിട്ടുമെന്നാണ് ഇച്ചാന്റെ വിചാരം. ആ, അത് വെറും അതിമോഹമാണ്, അതിമോഹം. ഞാൻ ഇവിടുന്ന് പോണതേ എന്റെ വീട്ടിലോട്ടല്ല, നേരെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകും. എന്നിട്ട് കേസ് കൊടുക്കും. എന്നിട്ട് പോലീസ് സ്റ്റേഷൻ, കേസ്, ജയില്, ഇങ്ങനെ അടിച്ചു ഒളിച്ച് സുഖമായിട്ട് കഴിഞ്ഞു. ജയിലായാലും നരകമായാലും എനിക്ക് ഒരു പ്രശ്നവുമില്ല. എനിക്ക് വേണ്ടത് മനസമാധാനം. നീ ഉടനെ പോയിത്താ. ആലീസേ, ഡോക്ടറെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ശരിക്കും നിങ്ങളുടെ ഇടയിലെ പ്രശ്നം തന്നെ അത് എന്നോടൊന്ന് പറയാവോ? എവളോട് ഇറങ്ങി പോകാൻ പറ. ഇനി കഴുത്തിന് പിടിച്ചും പുറത്താക്കും. കഴുത്തിന് പിടിച്ച് പുറത്താക്കുക, എന്റെ കഴുത്തിന് പിടിച്ച് പുറത്താക്കുക. അങ്ങനെയാണെങ്കിലേ വിവരം അറിയും, വിവരം. എന്താ പ്രശ്നം അവര് പറഞ്ഞില്ലേ? ഇല്ലെന്നേ, ഞാൻ അവരോട് തിരിച്ചും മറിച്ചും ചോദിച്ചിട്ട് അവര് കാര്യം എന്നാന്ന് പറയുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തെരുവിളി മാത്രമേ ഉള്ളൂ. എന്താണ് പവിത്ര? സത്യേട്ടാ, അപ്പുറത്തെ വീട്ടിലെ ഡോക്ടറും ആലീസ് തമ്മിൽ ഭയങ്കര വഴക്കുന്ന്. ആലീസ് പെട്ടി എടുത്ത് വീട്ടിൽ പോവാൻ നിക്കാന്ന്. സ്വാഭാവികം. ആ മൃഗത്തിന്റെ സ്വഭാവം വെച്ചിട്ട് ആ സ്ത്രീ ഇത്രയും നാൾ അവിടെ കഴിഞ്ഞത് തന്നെ വലിയ ഭാഗ്യമാണ്. പവിത്രം ചോദിച്ചിട്ട് ഒന്നും പറയുന്നില്ലെന്ന്. എങ്ങനെ പറയും? പറയാൻ കൊള്ളാത്ത എന്തെങ്കിലും സംഭവമായിരിക്കും. അതെ, എന്നോട് അവിടെ പോയിന്ന് സംസാരിക്കാൻ പറയാനാ പവിത്രം വന്നത്. ആർച്ചേ, അവരുടെ പ്രശ്നത്തിൽ നിനക്കെന്താ കാര്യം? ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാൻ പോകരുത്. അവരായി അവരുടെ പാടായി. ഇവിടെ വഴക്കുണ്ടാകുമ്പോൾ നമ്മൾ അവരെ വിളിക്കുന്നുണ്ടോ എന്തെങ്കിലും പ്രശ്നം പരിഹരിക്കാൻ? ഇല്ലല്ലോ. സാർ അങ്ങനെ പറയരുത് സാറേ. ഒന്നാമത്തെ കാര്യം മെമ്പർ വേണം, ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ. അതുമല്ല, ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ സ്ത്രീയല്ലേ നല്ലത്. കാരണം പുരുഷന്മാരോട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ സ്ത്രീകൾ ഇടപെട്ട കാര്യങ്ങൾ നടക്കും. ഞാനേ ഇവളെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന് ഇതുപോലെ പ്രശ്നങ്ങൾ തീർക്കാനല്ല, എൻ്റെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടാണ്. സത്യം എന്തൊക്കെ ഈ പറയുന്നേ? എന്തായാലും നിസ്സാര പ്രശ്നമായിരിക്കും. ഞാൻ പോയി സംസാരിച്ച് ഒത്തുതീർപ്പാക്കിയിട്ട് വരാന്നേ. ആർച്ചേ, നീ പതിവായിട്ട് ആ മതിലിൻ്റെ അവിടെ പോയി കൊഞ്ചയും കുഴയും ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട്. ഈ കേസിൽ അത് വേണ്ട. ഇനി എൻ്റെ അനുവാദമില്ലാതെ നീ അങ്ങോട്ട് പോയാൽ തിരിച്ചിങ്ങോട്ട് വരണ്ട. അതാ എൻ്റെ തീരുമാനം. മനുഷ്യനായ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം വേണം. കഷ്ടം തന്നെ. സാർ, ഈ കാര്യത്തിലൊക്കെ എന്നത്തിനാ നീ വാശി? ആ മെമ്പറെ പറഞ്ഞ് അങ്ങോട്ടൊന്ന് വിട്. നടക്കൂല പവിത്ര. ഞാനൊരു കാര്യം പറയാം. ഈ കാര്യം പറഞ്ഞുകൊണ്ട് ആലീസ് എങ്ങാനും ഇവിടുന്ന് ഇറങ്ങിപ്പോയാൽ ഡോക്ടർ പിന്നെ അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. സാറിന് റിസ്ക് കൂടും. പിന്നെ ആലീസ് ഉള്ളത് ആ സത്യം പറഞ്ഞാൽ സാറിനൊരു ധൈര്യം ആണ്. ഈ അടവൊന്നും എൻ്റെ അടുത്ത് വേണ്ട കേട്ടോ പവിത്ര. ഇപ്പം ആർച്ച അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ അവിടെ വഴക്ക് മൂക്കും. ആലീസ് ഇറങ്ങി അങ്ങ് പോവും. അതോടെ ആർച്ചയ്ക്ക് ആ മൃഗത്തിനോട് സഹതാപമാവും, മൃഗത്തിന് ആർച്ചയോട് സ്നേഹവും ആവും. അതുകൊണ്ട് ആ കളിയൊന്നും വേണ്ട പവിത്ര. ഇനിയിപ്പോൾ അവർ തമ്മിൽ വഴക്കൂടി എന്നല്ല, ആ വീടിന് തീ പിടിച്ചാൽ പോലും ഇവിടുന്ന് ഒരു സഹായം അങ്ങോട്ട് പ്രതീക്ഷിക്കണ്ട കേട്ടാ. ഈ പുള്ളി എന്നാ മനുഷ്യനാണ്. ആലീസേ, ഡോക്ടറെ, ചേടാ ഇവരിതെവിടെ പോയി? എന്താ പത്ര? എൻ്റെ സാറേ, എനിക്ക് വലിയ ബുദ്ധിയോ വെളിവോ ഒന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ്. എന്നാലും ചെറിയൊരു ബുദ്ധിയുടെ പുറത്ത് ഞാൻ പറയുക, നിങ്ങളിപ്പോൾ ഈ കാണിക്കുന്നത് മഹാമോശമാണ്, പക്കാ വിവരക്കേടാന്ന് ഞാൻ പറയുള്ളൂ. പവിത്ര എന്തിനെ കുറിച്ചായി പറയുന്നേ? ഇത്ര നേരം എന്തിനെക്കുറിച്ചാണോ സംസാരിച്ചുകൊണ്ടിരുന്നത് അതിനെക്കുറിച്ച് തന്നെ. എന്താ പറ. എൻ്റെ സാറേ, ആലീസ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഈ സംഭവം നാട് മുഴുവൻ പാട്ടാവും. പിന്നെ ഹോസ്പിറ്റലിൽ വരുന്ന ജോലിക്കാരും നാട്ടുകാരും ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ സാറിന് നാണം കെടുത്തു. സ്വന്തം ഭാര്യയെ നോക്കാൻ കഴിവില്ലാത്തവനാണ് ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഇതിൽ പരം നാണക്കേട് വേറെ വല്ലതും ഉണ്ടോ? ആലീസ് 2 ദിവസം കഴിയാൻ നേരത്ത് പെട്ടി നോക്കി പിടിച്ചോണ്ട് വരയ്ക്കാത്തോട്ട് വരും. പിന്നെ പോയ മാനം തിരിച്ചു കിട്ടത്തില്ല. ആര് പറഞ്ഞ ആലീസ് തിരിച്ചു വരുന്നത്? ഞാനേ തേക്കും കാട്ടില് പത്രോസിന്റെ മോളാണ്. ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന കാര്യം കണ്ടറിയണം. തേക്കും കാട്ടി പത്രോസ്. സത്യവാൻ സാർ ഇതിനെ കുറിച്ച് എന്താ പറഞ്ഞു? പുള്ളി ചത്തെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ? അങ്ങനെ പറഞ്ഞു. ഡോക്ടറെ, ഞാൻ അവരുടെ കാല് പിടിച്ച് ഞാൻ പറഞ്ഞു, അയൽവക്കത്തൊരു പ്രശ്നം ഉണ്ടായാൽ ചെന്ന് ഇടപെടുന്ന അതല്ല അതിൻ്റെ ഒരു മര്യാദയെന്ന്. ഒരു രക്ഷയില്ല അവര് പറയുന്നത് നിങ്ങൾ തമ്മി തല്ലി പിരിയുവാണെങ്കിൽ അത് അത്രയും നല്ലതാണെന്നാണ് അവരുടെ പക്ഷം. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഇച്ചാൻ എന്താ പറഞ്ഞത്? ഇവിടെ ഒരു പ്രശ്നമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരോടി വരും, അതിൽ ഇടപെടും, നമ്മൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടെങ്കിൽ അവർ പറഞ്ഞു തീർക്കും. ഇപ്പൊ എന്തായി? എന്റെ ഇച്ചായ, അവർക്ക് നമ്മളോടുള്ള സ്നേഹം ഇത്രേ ഉള്ളു. മനസ്സിലായ? എന്റെ പൊന്നു പവിത്ര, സത്യമായിട്ടൊരു കാര്യം പറയട്ടെ, ഞാനും ഈ ഇച്ചാനും തമ്മിൽ ഒരു വഴക്കുമില്ല. കുറച്ച് നേരത്തെ ഒരു സംഭവം ഉണ്ടായി. എന്താ?
സദാശിവൻ ചേട്ടൻ നിങ്ങൾക്ക് ഇത്രയും പ്രായമായില്ലേ? ഞാൻ പറയുന്ന കേക്ക്, നിങ്ങൾ തിരിച്ചു പറയാതിരിക്കേ. ഇതേ 2 കൈയും കൂടെ കൂട്ടിമുട്ടിയാലേ ശബ്ദം ഉണ്ടാവുള്ളൂ. നിങ്ങൾ വിട്, നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വാ, നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം. മിണ്ടല്ലേ എന്നേ. ആ വാ. എന്ത് നിസ്സാര പ്രശ്നങ്ങളെ പെരുപ്പിച്ച് കുടുംബത്തിലെ എന്താ ഉദ്ദേശം? സദാശിവൻ ചേട്ടൻ്റെ കുടുംബത്തിലെ ചെറിയ കാര്യങ്ങൾക്കൊക്കെ പെരുപ്പിച്ച് വലിയ പ്രശ്നങ്ങളാക്കിയിരിക്കുക. ഇത് ഇച്ചാന് വേറെ ഒരു പണിയില്ലല്ലേ? എന്തിനാ ഇങ്ങനെ നാട്ടുകാരുടെ കുടുംബജീവിതത്തിലൊക്കെ ഇടപെടാൻ നടക്കുന്നത്? നമ്മൾ നമ്മുടെ കാര്യം നോക്കി അങ്ങ് ജീവിച്ചാ പോരെ? എൻ്റെ പൊന്ന ആലീസ് മോളെ, മനുഷ്യനെന്ന് പറയുന്നത് സോഷ്യൽ ബീയിങ് ആണ്. അവന് സൊസൈറ്റിയിൽ ഇടപെടാതെ ജീവിക്കാൻ പറ്റില്ല. ഇനി നമ്മൾ മറ്റുള്ളവരുടെ പ്രശ്നത്തിൽ ഇടപെടുമ്പോഴേ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ അവരും ഇടപെടൂ. അത് ഇച്ചാന്റെ വെറും തോന്നല്. നമ്മൾ ഒരാളെ സഹായിച്ചെന്നിരിക്കട്ടെ, അയാൾക്ക് ആ സഹായത്തിന്റെ കാര്യത്തിനെ പറ്റി ഓർമ്മയുണ്ടാവത്തില്ല, തിരിച്ച് സഹായിക്കാനും പോണില്ല. അത് നിന്റെ തെറ്റിദ്ധാരണ മാത്രമാണ്. ദയിച്ചായ, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ വീടിന്റെ അപ്പുറത്ത് താമസിക്കുന്നതാണല്ലോ സത്യവാൻ സാർ, ഉണ്ണിയാർച്ചയും. നമുക്കൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അവരിടപെടുവോ? തീർച്ചയായിട്ടും അവർ സഹായിക്കും. ഉണ്ണിയാർച്ച എന്തായാലും സഹായിച്ചിരിക്കും. അവരൊന്നുമില്ലെങ്കിലും ഒരു പഞ്ചായത്ത് മെമ്പർ അല്ലേടി. നമ്മളെ എങ്ങനെ ദ്രോഹിക്കാന്നായിരിക്കും അവര് കരുതുന്നത്. എന്റെ ഇച്ചായ, സദാശിവൻ ചേട്ടന്റെ വീട്ടിലുണ്ടായ പോലത്തെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെന്തായിരിക്കും ചെയ്യാൻ പോണത്? എന്റെ പൊന്നുമക്കളെ, നമുക്കിടയിൽ എത്രയോ വഴക്കുണ്ടാകാറുണ്ട്. നമ്മളത് പുറത്തറിയിച്ചിട്ടില്ല. പുറത്തറിയിച്ചാൽ അവരിടപെട്ടിരിക്കും. എന്റെ ഇച്ചായ വെറും ഒരു മണ്ടനാ. നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ കുറച്ച് മണ്ണെണ്ണ എടുത്തു അവർ ആ പ്രശ്നത്തിന് മേളിലോട്ട് ഒഴിക്കും. കാരണം എന്താ? ഇച്ചാന്റെ മേളിൽ അവർക്കൊരു കണ്ണുണ്ടല്ലോ. സത്യം ഇച്ചായ, ആ പ്രശ്നത്തിനെ കത്തിച്ച് വലുതാക്കാനേ അവർ നോക്കത്തുള്ളൂ. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഞാൻ എന്റെ വഴിക്ക് പൊക്കോളുമല്ലോ. അപ്പൊ അവർക്ക് ഇച്ചാനായിട്ട് ഒന്നുകൂടെ ബന്ധം സ്ഥാപിക്കാം. എനിക്ക് ഈ ഒരു ചിന്ത മാത്രമേ തലയിൽ വരത്തുള്ളൂ. ഇച്ചായ, ഞാൻ പറഞ്ഞ സത്യമാണ്. ഇച്ചായ വിചാരിക്കുന്ന പോലത്തെ അവരത്ര പാവമൊന്നും അല്ല. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഒരു വഴക്കുണ്ടാക്കാം. വഴക്കുണ്ടാക്കുക എന്ന് പറഞ്ഞാല് വഴക്കുണ്ടാക്കുന്നതായിട്ട് അഭിനയിക്കാം, എന്നിട്ട് അവരെ അറിയിക്കാം. അവരെങ്ങനെ അറിയും? നിക്കേ, അവരിടപെടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞത് ശരി, ഇടപെട്ടില്ലെങ്കിൽ നീ പറഞ്ഞ ശരി. അല്ല, അതിപ്പോ വഴക്ക് നമ്മളുണ്ടാക്കി അവരെങ്ങനെ അറിയും? അറിയിക്കോ എന്ന് പറഞ്ഞാ ഞാൻ പറയാം. ഇത് അവിടെ പോയി നിന്നിട്ട് ഓച്ചത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കാം. പുറത്തു നിന്നിട്ടാ? എന്നാ ബുദ്ധിയാടി നിനക്ക്, ബുദ്ധി രാക്ഷസി. നാട്ടുകാർ മൊത്തം അറിയാൻ വരും. ഈ നാട് മൊത്തം പറഞ്ഞുകൊണ്ട് കിടക്കും നമ്മൾ 2 തറകളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിച്ച് കിടക്കും. എന്തിനാണ്? നമ്മൾ വെറുതെ അഭിനയിക്കുകയല്ലേ. നമുക്ക് പവിത്രൻ എന്ന് പറയാം. പവിത്രന്റെ അടുത്ത് നമുക്ക് കൺവിൻസിംഗ് ആയിട്ട് വഴക്കുണ്ടാക്കുന്നതായിട്ട് അഭിനയിച്ചാൽ പവിത്രൻ എന്തായാലും അപ്പുറത്ത് പോയി. പക്ഷെ പവിത്രൻ വിശ്വസിക്കുവോ? പവിത്രൻ വിശ്വസിക്കണമെങ്കിൽ നമ്മൾ അത്ര കൺവിൻസിംഗ് ആയിരിക്കണം. വളരെ നാച്ചുറലായിട്ട് നമ്മൾ വഴക്കുണ്ടാക്കുന്നതായിട്ട് അഭിനയിക്കണം. ഞാൻ നാച്ചുറലായിട്ട് ചെയ്യും, നീ ഇച്ചിരി ഓവർ ആക്ടിങ്. അയ്യോ, ഞാൻ ഓവർ ആക്ടിങ് ആണെന്നേ ഇച്ചാനെ പോലത്തെ മണ്ടന്മാര് മാത്രമേ പറയത്തുള്ളൂ. ആലിസ് ഇങ്ങനെ. ശരി, ആലിസ് ഇച്ചിരി ഓവറാണ്. അത് ശരി. അപ്പൊ നിങ്ങൾ ഇത്ര നേരം കാണിച്ചുകൊണ്ടിരുന്നത് വേഷം കെട്ടലായിരുന്നു? അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മളൊരു സംശയം തോന്നിയാൽ അത് പരീക്ഷിച്ച് അതിന്റെ ക്ലാരിഫിക്കേഷൻ എടുക്കുക എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ക്യൂരിയോസിറ്റി ആണല്ലോ. എന്തായാലും എന്റെ ക്ലാരിഫിക്കേഷൻ കിട്ടി. എന്റെ വായിലിരിക്കുന്നൊന്നും കേൾക്കരുത്. നിങ്ങളോടൊരു ശകലം അടുപ്പമുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്ര നേരം ഇവിടെ നിന്ന് എന്റെ സമയം ഞാൻ കളഞ്ഞത്. നിങ്ങൾക്ക് പരീക്ഷിക്കാൻ ഞാനല്ലാതെ വേറെ ആരും കിട്ടിയില്ലേ? മഹാ തെണ്ടിത്തരമായി പോയി കാണിച്ചു കേട്ടോ. ഫീൽ ചെയ്യരുതേ. പിന്നെ അല്ലാതെ ഈ വഴക്കുകൊണ്ട് ആർക്കും ഒരു പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ. നമ്മുടെ ഒരു സംശയം തീരുകയും ചെയ്തു. എന്നാലും എനിക്ക് മനസ്സിലാവാത്തതേ, ആ ഉണ്ണിയാർച്ചയെ സത്യപാലൻ സാർ എന്താ ഇടപെടാത്തെന്നാ. അല്ല സാർ, ഈ ഉണ്ണിയാർച്ച കുറ്റം പറയേണ്ട ആവശ്യമില്ല. കാര്യം എന്നാ വെച്ചാൽ പുള്ളിക്കാരിക്ക് ഉണ്ടായിരുന്നു ഇവിടെ വരണമെന്നും നിങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെട്ട പ്രശ്നം പരിഹരിക്കണമെന്നൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ സത്യപാലൻ സാർ സമ്മതിക്കുന്നില്ല. അപ്പൊ ശരി, നിങ്ങൾ അടുത്ത നാടകം ആലോചിക്കും. ഞാൻ ഇറങ്ങട്ടെ. നീ എന്നാ പറഞ്ഞത്? നമ്മൾ തമ്മിൽ വഴക്കുണ്ടായാൽ അത് അവർക്ക് സന്തോഷമായിരിക്കും അല്ലേ? എടേ, നീ പവിത്രം പറഞ്ഞിട്ട് പോയത് കേട്ടായിരുന്നോ? ഉണ്ണിയാർച്ചയ്ക്ക് പ്രശ്നത്തിൽ ഇടപെടണമെന്നുണ്ടായിരുന്നു, സത്യപാലൻ സാറാ സമ്മതിക്കാത്തേന്ന്. അയ്യോ, ഒരു ഉണ്ണിയാർച്ച അവളെ അത്ര വലിയ മര്യാദക്കാരിയൊന്നും അല്ല. നമ്മൾ തമ്മിലുള്ള പ്രശ്നം പറഞ്ഞു തീർക്കാന്നുള്ള മട്ടില് ഇവിടെ കയറി കൂടണം. ഇച്ചാന് വേണ്ടിട്ട് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടെന്ന് ഇച്ചാന് തോന്നണം. ആ തോന്നല് വളർന്ന് 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 അവളോട് പ്രേമാവണം. പ്രേമായി കഴിഞ്ഞാൽ പിന്നെ എന്നെ ഒഴിവാക്കാൻ ഒരു പാടുമില്ലല്ലോ. അതാണ് അവളുടെ ബുദ്ധി. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇടപെട്ടില്ലെങ്കിലും പ്രേമം, ഇടപെട്ടാലും പ്രേമം. പിന്നല്ലാതെ പ്രേമം എന്തായാലും ഉണ്ട്. പിന്നെ എന്തിനായിരുന്നു ഈ പരീക്ഷണം? ചുമ്മാ.